Hi friends, welcome to our channel Center for CS. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ തിയറി എന്നൊരു ടോപ്പിക്കാണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്പർ തിയറിയിൽ വരുന്നത്. ക്രിപ്റ്റോഗ്രഫിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നമ്പർ തിയറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്പർ തിയറി ഈസ് അബൌട്ട് ഇൻറ്റിജേഴ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. ഇൻറ്റിജേഴ്സിനെയും അതിൻ്റെ പ്രോപ്പർട്ടീസിനെയും കുറിച്ച് പറയുന്നതാണ് നമ്പർ തിയറി. കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തേത് ഡിവിസിബിലിറ്റി, ദെൻ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ്, ദെൻ മോഡുലാർ അരിത്മെറ്റിക്, അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്. പിന്നീട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അൽഗോരിതംസ്. അപ്പോൾ ആദ്യം ഡിവിഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ആണ്. എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ എ ഡിവൈഡ്സ് ബി ആകാൻ there is an integer c such that b equal to ac. a divides b, so a യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും b, so we can write b equal to ac. When a divides b, we say that a is a factor of b. a bനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ aനെ നമ്മൾ bയുടെ ഫാക്ടർ എന്ന് പറയുന്നു. അതുപോലെ bനെ aയുടെ മൾട്ടിപ്പിൾ എന്നും പറയുന്നു. ഡിവിഷനെ കാണിക്കുന്ന നൊട്ടേഷനാണ് ഈ നൊട്ടേഷൻ. ഇതിൻ്റെ മീനിങ് a ഡിവൈഡ്സ് b എന്നുള്ളതാണ്. ഡിവിസിബിലിറ്റി തിയറംസിൻ്റെ കുറച്ച് എക്സാമ്പിളും പ്രോപ്പർട്ടീസുമാണ് കൊടുത്തിരിക്കുന്നത്. എയും ബിയും സിയും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി, അങ്ങനെയെങ്കിൽ എ ക്യാൻ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി. അതായത് 3 ഡിവൈഡഡ് ബൈ 6, 3 ഡിവൈഡഡ് ബൈ 9, 3 ഡിവൈഡ്സ് 6 ആൻഡ് 3 ഡിവൈഡ്സ് 9. അങ്ങനെയെങ്കിൽ 3 ഡിവൈഡ്സ് 15 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ എ ഡിവൈഡ്സ് ബി, ദെൻ എ ഡിവൈഡ്സ് ബി സി ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് സി. അതായത് 5 ഡിവൈഡ്സ് 10, സോ 5 ഡിവൈഡ്സ് 20, 30, 40. 10ൻ്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. If a divides b and b divides c, then a divides c. ഇനി ഡിവിഷൻ അൽഗോരിതമാണ്. ഡിവിഷൻ അൽഗോരിതത്തിൽ നമ്മൾ ഡിവിഷൻ പ്രോപ്പർട്ടിയെ എക്സ്പ്രസ് ചെയ്യുന്നത് a ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് പറഞ്ഞിട്ടാണ്. വെയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി ആണ്. ഇവിടെ എയെ ഡിവിഡൻഡ് എന്നും ബിയെ ഡിവൈസർ എന്നും ക്യൂവിനെ കോഷ്യൻ്റ് എന്നും ആറിനെ റിമൈൻഡർ എന്നുമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 17നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 17 ഈക്വൽ ടു 5 ഇൻറ്റു 3 പ്ലസ് 2 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇവിടെ 17 ഡിവിഡൻറ്റും 5 ഡിവൈസറും 3 കോഷ്യൻറ്റും 2 റിമൈൻഡറുമാണ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളൊരു പോയിൻ്റാണ് പ്രൈംസ്. ഒരു നമ്പറിനെ പ്രൈം എന്ന് പറയുന്നത് അതിനെ ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. മറ്റുള്ള നമ്പേഴ്സിനെ പോസിറ്റീവ് നമ്പർ എന്ന് വിളിക്കും. ഇനി ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്, എവറി പോസിറ്റീവ് ഇൻറ്റിജർ ക്യാൻ ബി റിട്ടൺ യൂണിക്ലി ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്, വേർ ദ പ്രൈം ഫാക്ടേഴ്സ് ആർ റിട്ടൺ ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് സൈസ്. ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിനെയും നമുക്ക് പ്രൈംസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ പ്രൊഡക്റ്റായിട്ട് എഴുതുമ്പോൾ ആ പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഇൻക്രീസിങ് സൈസിൽ വേണം എഴുതാൻ. നമുക്ക് 15നെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് 3 ഇൻറ്റു 5 എന്ന് എഴുതാം. 48നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3, ദറ്റ് ഇസ് 2 റൈസ് ടു 4 ഇൻറ്റു 3 എന്ന് എഴുതാം. 17നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് 17 പ്രൈം ആണ്. 100നെ 2 റൈസ് ടു 2 ഇൻറ്റു 5 റൈസ് ടു 2 എന്ന് എഴുതാം. ഇതുപോലെ നമുക്ക് പ്രൈം നമ്പേഴ്സ്, ഇതുപോലെ നമുക്ക് ഇൻറ്റിജേഴ്സിനെ പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ.
Given integers a and b, there is one and only one number d with the following properties. എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരൊറ്റ നമ്പറേ ഉണ്ടാവുകയുള്ളൂ ജി സി ഡി ആയിട്ട്. ആ നമ്പറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് എപ്പോഴും അത് സീറോയിനേക്കാൾ ഗ്രേറ്ററോ ഈക്വലോ ആയിരിക്കും. ആ നമ്പറിനെ എ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, ബി കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇ എന്ന ഒരു നമ്പറിനെ നമുക്ക് എ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, ബി കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഡെഫിനറ്റ്ലി ഡി കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ആ നമ്പറിന് പറയുന്ന പേരാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡി ഇസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് എ കോമ ബി എന്നാണ്. ജി സി ഡി ഓഫ് ടു നമ്പേഴ്സ് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് ബോത്ത് ഓഫ് ദം വിതൗട്ട് ലീവിങ് എ റിമൈൻഡർ. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഉണ്ടാവില്ല. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും ജി സി ഡി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ജി സി ഡി ഓഫ് 48 ആൻഡ് 72 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 48നെയും 72നെയും ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അവരെ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ നമ്പേഴ്സ് ആണ് 1, 2, 3, 4, 6, 8, 12, 16, 24. ഇങ്ങനെ നമ്പേഴ്സ് എഴുതിയിട്ട് അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആരാണോ അയാളാണ് ജി സി ഡി. സോ ജി സി ഡി ഓഫ് 48 ആൻഡ് 72 വിൽ ബി 24. ഇനി ജി സി ഡി ഓഫ് 19 ആൻഡ് 72. 19നും 72നും രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ നമ്പറേ ഉള്ളൂ, അത് 1 ആണ്. അപ്പോൾ ജി സി ഡി 1 ആണ്. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഇതുപോലെ ഫാക്ടേഴ്സിനെ ഫൈൻഡ് ചെയ്യാതെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്യാൻ കഴിയും. ഇവിടെ a1 equal to p1 raised to a1 into p2 raised to a2 up to pn raised to an, comma b is equal to p1 raised to b1 into p2 raised to b2 up to pn raised to bn. അങ്ങനെയെങ്കിൽ ജി സി ഡി എഴുതിയിരിക്കുന്ന ഫോമാറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മിനിമം ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എയും എ ഈക്വൽ ടു 60യും ബി ഈക്വൽ ടു 54ഉമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ജി സി ഡി ആണ് ഫൈൻഡ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ 60യെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് 2 raised to 2 into 3 raised to 1 into 5 raised to 1. 54നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ കിട്ടുന്നതാണ് 2 raised to 1 into 3 raised to 3 into 5 raised to 0. ഇതിൽ ഈ ഫാക്ടേഴ്സിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൻ്റെ മിനിമം പവറിനെ എടുക്കുക. അപ്പോൾ ഇവിടെ 2 raised to 2ഉം ഉണ്ട്, 2 raised to 1ഉം ഉണ്ട്. അതിലെ മിനിമം പവറാണ് 2 raised to 1. സോ നമ്മൾ 2 raised to 1 ചൂസ് ചെയ്തു. അതുപോലെ ഇവിടെ വരുന്നത് 3 raised to 1 ആണ് മിനിമം പവർ. സോ 3 raised to 1. ഇവിടെ 5 raised to 0 ആണ്. സോ 5 raised to 0. അത് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 6. സോ ജി സി ഡി ഓഫ് 60 ആൻഡ് 54 is 6. GCD of two positive integers a and b, where a greater than b can be calculated using Euclidean algorithm. GCD കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗരിതമാണ് യൂക്ലിഡിയൻ അൽഗരിതം. അതിൻ്റെ ഫോർമാറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂക്ലിഡിയൻ അൽഗരിതം വെച്ച് GCD എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. GCD ഓഫ് 26,18 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിലെ ലാർജർ നമ്പറിനെ സ്മോളർ നമ്പറിൻ്റെ ടേംസിൽ എഴുതുക. അപ്പോൾ നമുക്ക് 26 ഈക്വൽ ടു 18 ഇൻറ്റു 1, ഒരു തവണയെ 26ൽ 18 ഉള്ളൂ, പ്ലസ് റിമൈൻഡർ 8. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടുന്നത് ഈ 18നെ ഇവിടുന്ന് എടുക്കുക. 18 ഈക്വൽ ടു ഈ റിമൈൻഡറിൻ്റെ ടേംസിൽ എഴുതുക. 8 ഇൻറ്റു 2ൻ്റെ മൾട്ടിപ്പിൾ 16 ആണ് ഇതിനകത്ത് മാക്സിമം വരാൻ പറ്റുന്ന 8ൻ്റെ മൾട്ടിപ്പിൾ. സോ 8 ഇൻറ്റു 2 പ്ലസ് റിമൈൻഡർ 2. അടുത്ത സ്റ്റെപ്പിൽ ഈ 8നെ എടുക്കുക. 8 ഈക്വൽ ടു 2 ഇൻറ്റു 2 കംപ്ലീറ്റ് ആയിട്ട് 8ൽ വരും, 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 4 പ്ലസ് 0. ഓക്കെ, അപ്പോൾ ആദ്യം 26നെ ഈ ചെറിയ നമ്പറിൻ്റെ ടേംസിൽ മൾട്ടിപ്പിൾ ആക്കി എഴുതുക, റിമൈൻഡർ എഴുതുക. പിന്നീട് ഇതിൻ്റെ ടേംസിൽ എഴുതുക, ഇതിൻ്റെ ടേംസിലും എഴുതുക. അപ്പോൾ എവിടെയാണോ നമുക്ക് 0 ഉള്ള റിസൾട്ട് വരുന്നത് അതിന് തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിലെ റിമൈൻഡർ ഏതാണോ അതായിരിക്കും GCD. സോ GCD ഓഫ് 26 and 18 is 2. ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ഒബ്റ്റെയിൻഡ്.
അടുത്തത് നമുക്ക് 1071 and 462 അതിൻ്റെ GCD കണ്ടെത്തണം. സോ 1071 ഈക്വൽ ടു 462 ഇൻറ്റു 2 പ്ലസ് 147. ഇനി 462നെ 147ൻ്റെ ടേംസിൽ എഴുതുക, റിമൈൻഡർ 21. ഇനി 147നെ 21ൻ്റെ ടേംസിൽ എഴുതുക, റിമൈൻഡർ 0. സോ GCD ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 21 ആണ്. ഇനിയുള്ളത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് ആണ്, LCM. അപ്പോൾ GCD കണ്ടുപിടിക്കാനുള്ള അൽഗരിതമാണ് യൂക്ലിഡിയൻ അൽഗരിതം. യൂക്ലിഡിയൻ അൽഗരിതം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതിൽ നിന്ന്. നെക്സ്റ്റ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ്. The least common multiple of the positive integers a and b is the smallest positive integer that is divisible by both a and b. a നെയും b നെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ ലീസ്റ്റ് കോമൺ ആണ്. ലാർജസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ ആയിരുന്നു, ഗ്രേറ്റസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിരുന്നു GCD. ഇവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ LCM ഓഫ് 3, 7 21 ആണ്. അതുപോലെ 3ൻ്റെയും 6ൻ്റെയും LCM 12 ആണ്. 5ൻ്റെയും 10ൻ്റെയും LCM 10 ആണ്. ഇതിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 60യും 54നെയും പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയേക്കുന്നു. അതിൽ നിന്ന് GCDയിൽ നമ്മൾ സ്മോളസ്റ്റ് പവറിനെയാണ് എടുത്തത്, ഇവിടെ നമ്മൾ ലാർജസ്റ്റ് പവറിനെ എടുക്കുക. അപ്പോൾ 2^2 ഇൻറ്റു 3^3 ഇൻറ്റു 5^1. സോ ആൻസർ ഇസ് 540. അപ്പോൾ നമ്മൾ 60യുടെ പ്രൈം ഫാക്ടറൈസേഷൻ, 54ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ, GCD, LCM എല്ലാം ഫൈൻഡ് ചെയ്തു. ഇതിൽ നിന്ന് നമുക്കൊരു തിയറത്തിലേക്ക് റീച്ച് ചെയ്യാം. A ഇൻറ്റു ബി ഈക്വൽ ടു GCD ഓഫ് AB ഇൻറ്റു LCM ഓഫ് AB ആണ്. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവും അതിൻ്റെ GCDയും LCMും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവും സെയിം ആയിരിക്കും. അടുത്തത് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ആണ്. രണ്ട് നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആകണമെങ്കിൽ അവരുടെ GCD എപ്പോഴും 1 ആയിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് റിലേറ്റീവ് പ്രൈം എന്ന് പറയുന്നത്. ഇപ്പോൾ 15ഉം 28ഉം എടുത്താൽ അവർക്കിടയിൽ കോമൺ ഡിവൈസേഴ്സ് ആരും തന്നെ ഇല്ല. അവർക്ക് ആകെ ഒരൊറ്റ കോമൺ ഫാക്ടറേ ഉള്ളൂ 1. അതുപോലെ 35ഉം 28ഉം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഒരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഇത് റിലേറ്റീവ്ലി പ്രൈം അല്ല, ഇത് റിലേറ്റീവ്ലി പ്രൈം ആണ്. റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ ആണ്: ദ ഇൻറ്റിജേഴ്സ് a1, a2 up to an are pairwise relatively prime if GCD of ai, aj equal to 1. Whenever 1 less than or equal to I less than j less than or equal to n. ഇനി പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് 15ഉം 17ഉം 27ഉം തന്നിട്ടുണ്ട്. ഇത് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആകണമെങ്കിൽ ഇവർ രണ്ടുപേരെയും പെയറായിട്ട്, ഓരോരുത്തരെയും പെയറായിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 15ഉം 17നും ഇടയിൽ 1 തന്നെയാണ് ഫാക്ടർ. അപ്പോൾ ഒരു പ്രൈം ഫാക്ടറാണ്. 17ഉം 27നും ഇടയിലും 1 മാത്രമേ ഉള്ളൂ. പക്ഷേ 15ഉം 27ഉം എടുക്കുമ്പോൾ 3 എന്നൊരു ഫാക്ടർ ഉണ്ട്. സോ ഇത് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം അല്ല. ഇനി ഇതെടുക്കുമ്പോൾ 15ഉം 17ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, 17ഉം 28ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, 15ഉം 28ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. എല്ലാം പെയർ വൈസ് നോക്കുമ്പോൾ റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് ഈ 3 എണ്ണം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പം ഇത് ഇത്രയും ചേരുന്നതാണ് നമ്പർ തിയറിയിൽ വരുന്ന ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.